മനസ്സാർ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വരെ ആളുകൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണത്? അല്ല, നമ്മളെ പണി മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് എത്ര ബിസിനസ് ഉണ്ടോ, എത്ര ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള പണികൾ മാത്രം എടുത്താൽ മതി. ഇപ്പം ഞാൻ മാത്രമല്ല ഈ ബ്രാൻഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേറെ കൊളീഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സെഗ്മെൻറ്റ് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡുകളും ഒരാൾ മാത്രം വൺ മാൻ ഷോ ആക്കാൻ നോക്കുമ്പോഴാണ് ഈ ബ്രാൻഡുകളൊക്കെ പൊട്ടുന്നത്. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള പണികൾ മാത്രം എടുക്കുക, പിന്നെ ഒരു സിസ്റ്റത്തെ നമ്മൾ ബിൽഡാക്കി കൊടുക്കുക. ആ സിസ്റ്റം ബിൽഡാവുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ കമ്പനി വളർന്നോളും. ഓക്കെ, ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കും? ലൈക്ക് ഞാൻ അങ്ങനെ ഇന്ന ക്വാളിറ്റീസ് ഉള്ള പാർട്ട്നേഴ്സിനല്ല ഞാൻ നോക്കിയിട്ടുള്ളത്. ലൈക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയാണ് ഇപ്പോൾ കറൻ്റ് എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 4-5 വർഷത്തെ പരിചയമുള്ള ആളുകൾ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, അതല്ലാതെ ഇപ്പം ലൈക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ പാർട്ട്ണർ ആവാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കാണിച്ച്, അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ എന്തൊക്കെ ഒരു ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് നോക്കുക? ഇന്ന ക്വാളിറ്റി ഹാബിലിൻ്റെ ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആക്കാം എന്നുള്ളതല്ല എൻ്റെത്. ലൈക്ക് നമ്മൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി ബിൽഡ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക്. ഇപ്പോൾ മിസ്റ്റേക്കുകൾ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അത് ഓക്കെ എന്നുള്ള ലെവലിലും അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന കാലിബറുള്ള ആളാണോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അത് ഇന്ന ക്വാളിറ്റി ആണെന്ന് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ കറന്റ് എത്ര ബ്രാൻഡ് റൺ ചെയ്യുന്നുണ്ട്? 3 ബ്രാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 3ഉം ലൈക്ക് എന്ത് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത്? 2 എട്ടെക്കാണ്, ഒന്ന് ഒരു FMCG സെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ എട്ടെക്കിൽ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ലൈക്ക് 2 സെഗ്മെൻ്റ് ആണ്. ലൈക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഫീൽഡാണ്. ഞാൻ ഓൾമോസ്റ്റ് 5 വർഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എട്ടെക് ഫീൽഡാണ്. ഞാനൊരു സെയിൽസ് പേഴ്സൺ ആയിരുന്നു, അതിന്ന് വന്നതാണ്. സോ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, 3 ബ്രാൻഡ്സ് റൺ ചെയ്യുന്നുണ്ട്. ഈ 3 ബ്രാൻഡ്സിനും എന്തായാലും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവല്ലോ. ഒറ്റ മാസം ഒരു ബ്രാൻഡിന് മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻസ് ആണ്. എൻ്റെ 3 ബ്രാൻഡും 3 സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, ഒന്ന് കുറച്ചൊന്ന് ഗ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു കമ്പനി ഉണ്ടല്ലോ, ആ ഒരു ബ്രാൻഡിനാണോ അതോ ഉയരത്തിൽ നിൽക്കുന്ന ബ്രാൻഡിനാണോ കൂടുതൽ എമൗണ്ട് വേണ്ടി വരെ മാർക്കറ്റിംഗ്? ഓഫ്കോഴ്സ് ഉയരത്തിൽ നിൽക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ബ്രാൻഡിനെ സ്റ്റാർട്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലൈക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താനാണ് കൂടുതൽ പാട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ 100-200 ആളുകളുണ്ടാവും, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഒബ്വിയസ്ലി ചെയ്യും. കാരണം കോമ്പറ്റീഷൻ നോർമലി മാർക്കറ്റിൽ ഉള്ളത് പോലെ തന്നെ ഒബ്വിയസ്ലി ചെയ്യും. അപ്പോൾ ഒരു ബ്രാൻഡിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നിലനിർത്താനാണ് പാട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് രാജുവേട്ടനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനാണ് പാട്. ഇപ്പോൾ നമ്മളൊരു ഡ്രീം കണ്ട് എനിക്കൊരു ആക്ടർ ആകണം, ഞാനൊരു ആക്ടറായിട്ട് അത് തുടർന്ന് എത്ര കാലം പോകുന്നോ അവിടെയാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത് ആ ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ പല ടൈപ്പ് മാർക്കറ്റിംഗ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഏത് മാർക്കറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയത്? അത് നമുക്ക് എട്ടെക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മറ്റേ ക്യാമ്പയിനിങ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ലൈക്ക് നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട്, ഈ റിസൾട്ട് എന്ന് പറഞ്ഞത് നമുക്ക് ഇൻകത്തിൻ്റെ സോഴ്സ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ നമുക്ക് പറയാം. ഓരോ സെഗ്മെൻറ്റിൽ ഓരോന്നാണ്. ചിലത് നമുക്ക് ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്യാൻ മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്, ചിലത് നമുക്ക് നോർമലി നമുക്ക് ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നുണ്ട്, ചിലത് നമുക്ക് ഇൻകം സെയിൽസ് നടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾ വെറുതെ ചെയ്യുന്ന ബ്രാൻഡിങ്ങും ഉണ്ട്. ലൈക്ക് ഇതിനൊന്നും സെഗ്മെൻ്റ് അല്ലാതെ വേറെ വെറുതെ ചെയ്യുന്ന ബ്രാൻഡിങ്ങും ഉണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ ഓരോ മന്ത് ഓരോ ക്വാർട്ടർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് നോക്കലും മാർക്കറ്റിംഗ് സ്പെൻഡിങ് ചെയ്യുന്നത്. മന്ത്ലിയല്ല നമ്മൾ നോർമലി ചെയ്യൽ, ഒരു 3 മന്ത്സ് ക്വാർട്ടർ വെച്ചിട്ടാണ് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യൽ. ചിലത് നടക്കും, കാരണം 3 മന്ത്സ് ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ചില ആളുകൾ പറയും 1 ഇയർ വിഷൻ വേണം, 1 ഇയർ മിഷൻ വേണം, ചിലർ ക്വാർട്ടർലി വിഷൻ വേണം എന്നുള്ളത്. അതൊക്കെ വേണം കേട്ടോ, അതൊന്നും വേണ്ട എന്നുള്ളതല്ല. ലൈക്ക് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഈ തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു അതായിരിക്കും. കാരണം എന്താ വെച്ചാൽ 1 മന്ത് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ആഴ്ചകൾ ചെയ്യാം. അപ്പം ചെറിയ മിഷനുകൾ ആദ്യം സെറ്റ് ചെയ്യാം, എന്നിട്ട് വലുതൊക്കെ പോവാ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ.
എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും നിങ്ങളെല്ലാവരും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും, ലൈക്ക് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവർ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ലൈക്ക് നമ്മൾ അനലൈസ് ചെയ്യും, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളങ്ങനെ ക്രൂക്കഡായിട്ടൊന്നും നോക്കൂല. ലൈക്ക് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ എന്താണ് പുതിയതായിട്ട് വന്നിട്ടോ എന്നുള്ള കാര്യം ചെയ്യും, നോക്കും. അത് നോർമലി നമ്മൾ നോക്കണമല്ലോ, കാരണം വെച്ചാൽ നമ്മളല്ലെങ്കിൽ പിന്നിലായി പോകും. ഓക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ കുറേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് തന്നെ ഇതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ജെൻസി സ്റ്റാഫ് ബിഹേവിയർ വളരെ നെഗറ്റീവായിട്ട് പലരെയും ബാധിക്കുന്നുണ്ട്, വളരെ മോശമായിട്ടാണെന്നൊക്കെ. എപ്പോഴെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിന് ഇത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ഇതിൽ ജെൻസി എന്നുള്ള കാറ്റഗറിനെ പറയുന്നത് വേണ്ട. ലൈക്ക് ഇതിന് മുന്നേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ റീൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും അറിയണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും റീൽസിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ സീരിയസ്നെസ് ഇല്ലാത്ത എംപ്ലോയീസ് വന്ന് പോകുന്നത്, ഒരു ദിവസത്തിനും ഒരു ഹാഫ് ഡേ ഒക്കെ വന്ന് പോയ എംപ്ലോയീസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് ഹാഫ് ഡേ എന്ന് പറയുമ്പോൾ രാവിലെ വന്ന് ഉച്ചക്ക് ആകുമ്പോഴത്തേനും ആളിങ്ങനെ പോകണം, എന്തെങ്കിലും റീസൺ പറയും, പോകണം എന്ന് പറയും, പിന്നെ പറയും. അതായത് റിസൈൻ ചെയ്ത് പോകണമെന്നാണോ? അല്ല, അങ്ങനെയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും വയറുവേദന എന്തെങ്കിലും കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ പറയും, ഒരു പോവും, പിന്നെ ഒരു വിളിച്ച് പറയും ഞാൻ വരുന്നില്ല എന്നുള്ള സാധനം പറയും. ഇതൊരു ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഞാൻ വേറൊരു കാര്യം കേട്ടത്, ഈ രാവിലെ വന്നിട്ട് ഉച്ചക്ക് റിസൈൻ ചെയ്ത് പോകുന്ന ആളുകളും ഉണ്ടെന്നാണ്. അപ്പം ഈ രാവിലെ വന്ന് ഒരു ഉച്ച ആകുന്ന സമയത്തിനുള്ളിൽ ആ ജോബ് എന്താണെന്നോ ജോബ് റോൾ എന്താണെന്നോ അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്താണെന്നോ അയാൾക്ക് മനസ്സിലാക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ലൈക്ക് ആദ്യത്തെ ഇപ്പം ഞാനൊക്കെ ജോലി നോക്കുന്ന സമയത്ത് ചില കമ്പനി എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ടുള്ളായിരുന്നു. ഇപ്പം ആ കമ്പനി എന്താണ്, കമ്പനിൻ്റെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആംബിയൻസ് എന്താണ്, അതിനെ ഇവർക്ക് അങ്ങനെ കുറേ മീൻസ് മാച്ചിങ് ഒക്കെ നോക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സീരിയസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, പാഷനേറ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒന്ന്, ആ ഒരു ലെവലിൽ കണ്ടാൽ മതി. പിന്നെ ഇതിന് വെച്ചാൽ നമ്മുടെ ഒബ്വിയസ്ലി ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ ആൾക്ക് ഒരു വർക്കും കാര്യങ്ങളും കൊടുക്കില്ല. ആളൊന്ന് ഇരിക്കട്ടെ, ആളൊന്ന് ഇരുന്നിട്ട് ഒരു ദിവസം ഒന്നും ചെയ്യാതെ ഓഫീസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കുക, ഓഫീസ് ഒന്ന് പരിചയപ്പെടുക. അതിനെ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. ചില ആളുകളൊക്കെ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കൊടുത്ത് പിറ്റേ ദിവസം പോകുന്ന ആളുകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ കമ്പനിയെ ബാധിക്കും. പക്ഷെ നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല, കാരണം നമുക്ക് മനുഷ്യന്മാരല്ലേ, ഉള്ളു തുറന്ന് നോക്കാനൊന്നും കഴിയില്ലല്ലോ. ഇയാൾ ഇത്ര കാലം നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കാനൊന്നും കഴിയില്ലല്ലോ. ഓക്കെ. അപ്പം ഫിനാൻസ് ഹാൻഡ്ലിങ് അതുപോലെ തന്നെ സ്റ്റാഫ് ഹാൻഡ്ലിങ്, ഇത് രണ്ടും രണ്ട് ഒരു സെഗ്മെന്റിൽ വരുന്നതാണ്. പക്ഷെ ഇത് രണ്ടും ആവശ്യമാണ് ഒരു കമ്പനിക്ക് അല്ലേ? ഇതിലേത് മാനേജ് ചെയ്യാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്? ഒബ്വിയസ്ലി സ്റ്റാഫുകളെ ഹാൻഡിൽ ചെയ്യാനാണ്. 1000 മണിനാഥങ്ങൾ നമുക്ക് നിർത്താൻ കഴിയും, ഒരു മനുഷ്യനെ നാവ് നിർത്താൻ കഴിയില്ല എന്നുള്ളതൊക്കെ അല്ലേ. സ്റ്റാഫുകളെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്, ഒരു സൈഡിൽ നോക്കുന്നത് നല്ല സുഖമാണ്. കാരണം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പം അധികം വലിയ വലിയ ഓഫീസുകളിലൊക്കെ ഈ ഓഫീസ് പൊളിറ്റിക്സ് എന്നുള്ളൊരു സെഗ്മെൻറ്റ് ഈ സാധനമുണ്ട്. കോർപ്പറേറ്റ്സിൽ റീൽസൊക്കെ നമ്മൾ കാണുന്നല്ലേ, ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവും, നോർമലി ഉണ്ടാവും. ഈ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാകുമ്പോൾ വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഈ അപ്രിസിയേഷൻ കിട്ടാത്തതോ അങ്ങനത്തെ അവരുടെ ഭാഗത്തും ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ചില കാര്യങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എല്ലാ കമ്പനീസും എല്ലാം നീറ്റായിട്ട് നടക്കണമെന്നില്ല. ചില പൊട്ടിപ്പൊരിച്ചിലുകളൊക്കെ ഉണ്ടാവും, ചിലത് നമ്മൾ കണ്ടില്ല, നമ്മൾ നടക്കേണ്ടി വരും. ഓക്കെ. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗിലേക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അത് സത്യം പറഞ്ഞാൽ ബിസിനസ്സിന് ഒരു ഗ്രോത്ത് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇവരെ ഒരു ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളതാണ്, എനിക്ക് 3000 ഫോളോവേഴ്സ് ഉള്ളൂ, ഞാനൊരു സാധനം സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 1000 ആളുകളെ കാണുള്ളൂ. ഹബിലിന് ഓൾമോസ്റ്റ് 50K ആളുകളുണ്ട്. ഹബിലിന് ഇതിൻ്റെ ഒരു 2x 3x 10x ആളുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്തിനാ, അതിൻ്റെ വാല്യൂ ബിൽഡ് ചെയ്യണം എന്തിനാ, ഈ വാല്യൂ ബിൽഡ് ചെയ്യണത് 4 ആളിലോട്ട് എത്തിക്കാനാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് നാനോ ഇൻഫ്ലുവൻസേഴ്സിന് ചെയ്തിട്ടുണ്ട്, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിന് ചെയ്തിട്ടുണ്ട്, പ്രീമിയം ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചില ബ്രാൻഡ് വാല്യൂ പെട്ടെന്ന് വൈഡ് ഓഡിയൻസിലോട്ട് നമുക്ക് എത്തിക്കാൻ സഹായിക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ എന്തായാലും ചെയ്യണം എന്നാ, ഒരു ബ്രാൻഡ് എന്തായാലും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ. ഇപ്പം ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് ഞാനൊരു 10 ലക്ഷം രൂപ കയ്യിലോട്ട് തരാണെങ്കിൽ അത് വെച്ചിട്ട് എന്താ ചെയ്യുക? ലൈക്ക് ആ 10 ലക്ഷം അവിടെ തന്നെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് എല്ലാ പൈസ നമുക്ക് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ പൈസ നമുക്ക് ചിലവാക്കാനുള്ളതല്ല. നമുക്ക് റിസർവ് മണി അങ്ങനത്തെ കുറേ സെഗ്മെൻറ്റ് ഒരു ബിസിനസ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ നോക്കുന്നൊരു സാധനം, 5-ാം തീയതി സാലറി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 5-ാം തീയതി വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഞാൻ നോക്കേണ്ടി വരും.
അപ്പോൾ ഈ 10 ലക്ഷം നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ 10 ലക്ഷം അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാനത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചിലവാക്കിയാൽ മതി. 10 ലക്ഷം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഞാൻ ചോദിച്ചത്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തരാണെന്നുണ്ടെങ്കിൽ അതിപ്പം ഞാൻ 10 ലക്ഷം കിട്ടി ഉടനെ മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഉണ്ടല്ലോ പെട്ടെന്ന് സാലറി കൊടുത്ത് തീർക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു മൈൻഡ് സെറ്റ് ചൂസ് ചെയ്യുമെന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത് ആക്ച്വലി. ഇല്ല നമ്മളല്ലേ ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും 1-2 പ്രാവശ്യം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന സമയത്തും ഓരോരുത്തരോട് സംസാരിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക വേണോ എന്നുള്ള കാര്യം. വേണം എന്നുള്ള സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്ന ഐഡിയകളും സക്സസ് ആവണമെന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും സക്സസ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കോടീശ്വരന്മാരായിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് പല ആളുകളും ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തത് തന്നെ ക്യാപിറ്റൽ എമൗണ്ട് ഒരുപാട് വേണം എന്നുള്ളൊരു തോട്ടുള്ളതുകൊണ്ടാണ്. ഒരു ബിസിനസ് ലൈക്ക് ഇപ്പോൾ ഒരു ബിസിനസ് എന്ന രൂപത്തിൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഒരു എഡ്ടെക് ഇപ്പോൾ ഒരു കമ്പനി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഒരു ക്യാപിറ്റൽ എമൗണ്ട് മിനിമം ഒരാളുടെ കയ്യിൽ എത്ര വേണം? മിനിമം ഒരാളുടെ കയ്യിൽ 0 മണി മതി. അയാൾക്ക് ആ ഫയർ മതി. കറൻറ്റ് സിറ്റുവേഷനിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാൾ ഇപ്പോൾ ഒരു എട്ടെക്ക് എന്തെങ്കിലും ഒരു സർവീസ് തുടങ്ങുകയാണ്, ഞാൻ ഒരു ഇപ്പോൾ ഒരു 3000 നോർമലി ഒരാൾക്ക് 1000 ഫോളോവേഴ്സെങ്കിലും ഉണ്ടാവും, പോട്ടെ 500 ഫോളോവേഴ്സെങ്കിലും ഉണ്ടാവും. ഇയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 10-20 ദിവസം ഈ സർവീസിനെ കുറിച്ച് പറയുകയാണ്. അയാൾ സെയിൽ ചെയ്യേണ്ട ഈ സർവീസ് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്, ഇങ്ങനെയാണെന്നല്ല അതിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് സാധനം വെച്ചിട്ട് ഒരു 20ാമത്തെ 30ാമത്തെ വീഡിയോ ഇയാൾ പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാന്നുള്ളത്. ഒബ്വിയസ്ലി ഇത് താല്പര്യമുള്ള ആളുകൾ ഈ 500-ലുണ്ടാവും. രണ്ടാമത് ഈ 30 വീഡിയോ ഇടുന്ന സമയത്ത് അയാൾക്ക് 1 ഫോളോവറെങ്കിലും കൂടിയിട്ടുണ്ടാവും. ഈ 2 സെഗ്മെൻറ്റിൽ ഇയാളൊരു കോൺടാക്ട് ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ലീഡ്സ് വരും. ഇതിന് വെച്ചിട്ട് നമ്മൾ മെറ്റീരിയൽ ഇപ്പോൾ ഒരു മിനിമൽ കോസ്റ്റ് നമുക്ക് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലീഡ്സ് വരും. അതിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ളതൊന്നുമില്ല. പിന്നെ വെച്ചാൽ ഫസ്റ്റ് തന്നെ വലിയ ഓഫീസുകളും വലിയ സെറ്റപ്പുകളും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വേണ്ടി വരും. ഞാൻ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ബ്രാൻഡ്. സോ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇവർക്ക് പെട്ടെന്നുള്ള വളർച്ചകളൊന്നും ഉണ്ടാവില്ല, പതിയെ വളരുള്ളൂ. ഓക്കെ, ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് കുറേ കമ്പനീസ് ബോണ്ട് വെക്കുന്നുണ്ട്, ക്ലോസ് വെക്കുന്നുണ്ട്, ലൈക്ക് ഇത്ര ഇയർ എന്തായാലും നിൽക്കണം എന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിൽ അങ്ങനെ ഒരു ഇല്ല? നമ്മൾ വെച്ചാൽ നമ്മൾ ലിറ്ററലി ഇവരോട് പറയും നമ്മളിവിടെ 1 ഇയറെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഒരാൾക്ക് കമ്പനീനെ മനസ്സിലാക്കി വരണം എന്നുണ്ടെങ്കിൽ ഒരു ടൈം ഉണ്ടാവും. അത് മനസ്സിലാക്കി ഇവർ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 ഇയറെങ്കിലും നല്ല ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കായിട്ട് ഉണ്ടാവുള്ളൂ. ഇത് വെച്ചാൽ ചില ആളുകൾ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും, ആ ലെവലിലുള്ള കുറേ എംപ്ലോയീസ് ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകളെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള ഒരു 6 മാസം ഫ്രീ ഉണ്ടാവും, അല്ലെങ്കിൽ UK പോകുന്നതിൻ്റെ ദിവസം 4 മാസം ഫ്രീ ഉണ്ടാവും. ചില ആളുകൾ ഇത് പറയും ഞാൻ 4 മാസമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് എഫേർട്ടായിരിക്കും ഇവർക്ക് ഇട്ട് കൊടുക്കണം. ചില ആളുകൾ ഞാൻ എന്തായാലും 2 വർഷം ഉണ്ടാവും എന്ന് പറയും ചെയ്യും, 6 മാസം ആകുമ്പോഴത്തേനൊരു ഫോൺ ചെയ്യും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ലൈക്ക് നമുക്ക് അങ്ങനെ ബോണ്ടായിട്ട് നോർമലി അത് ലീഗൽ കാര്യങ്ങളൊന്നല്ല ബോണ്ട് എന്നുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ചില ആളുകൾ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, നമ്മൾ ചില ആളുകളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇത്ര ബോണ്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരാളെ ഇപ്പോൾ എനിക്ക് ഈ കമ്പനി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഈ കാര്യം മാനേജ്മെൻറ്റിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ കമ്പനിയിൽ ഇന്ന റീസണോട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത്, അയാളെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നോർമലി നമ്മുടെ റൂൾ എന്നുള്ളത്. ബിസിനസ് റൂളല്ല, പിടിച്ചു വെക്കാനാവില്ല, ഒരിക്കലും പിടിച്ചു വെക്കാനാവില്ല. എങ്ങനെ ഇപ്പോൾ ഹാബിലിനോട് ഞാൻ പറയാം ഇവിടുന്ന് പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇതിന് ലൈക്ക് മറ്റൊരു സൈഡ് കൂടെ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ലൈൻ, അതേ സ്ഥാനത്ത് ചില ആളുകൾക്ക് ഇങ്ങനെ പറയാം ഇപ്പോൾ പോയരുത്, ലൈക്ക് ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിലാണ്, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ ഇമോഷണലി ലോക്കാവുന്ന കുറേ പേരുണ്ട്. അപ്പം ആ ലൂപ്പിൽ കിടന്ന് കളിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ മാക്സിമം ലൈക്ക് എല്ലാവരോടും പറഞ്ഞു ഓപ്പണായിട്ട് പറയാന്നുള്ളത്. ഇവർ ഈ ലൂപ്പിലിട്ടത് കൊണ്ട് നമുക്കോ അല്ലെങ്കിൽ ഓണേഴ്സിനോ സ്റ്റാഫിനോ ഒരു മെച്ചം ഉണ്ടാവില്ല. ഒരാൾ മെൻ്റലി ഇവിടുന്ന് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ചു വെക്കണേന് നമുക്ക് കുറേയൊക്കെ ഇതുണ്ടാവും. കാരണം അയാളെ മാക്സിമം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസമോ 1.5 മാസമൊക്കെ ഉണ്ടാവുള്ളൂ നോർമലി. പിന്നെ അയാൾ പിന്നെയും ഉഴപ്പാൻ തുടങ്ങും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോകാൻ താല്പര്യമുള്ള ആളുകളെ പെട്ടെന്ന് റിലീസ് ചെയ്യാം. 1 മാസത്തെ നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് 1 മാസം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മാസം നിങ്ങൾ വർക്ക് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പോയിക്കോളി എന്നുള്ള കാര്യം പറയാന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ഈ 3 ബ്രാൻഡ്സിൽ കൂടെ ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ടാവും? സ്റ്റാഫുകൾ നമുക്ക്
അതങ്ങനെ റിലീവ് ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്തായാലും ഒരു കൗണ്ട് ഓഫ് നമ്പേഴ്സ് എന്തായാലും ഉണ്ടല്ലോ. അപ്പം ഇത്രയും പേരുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ ഒക്കെ കീപ്പ് ചെയ്യും ഒരു ഫൗണ്ടർ എന്ന രീതിയിൽ? കാരണം എന്താ വെച്ചാൽ എൻ്റെ 3 ബ്രാൻഡിലും അത്ര ഹ്യൂജ് എമൗണ്ട് ഓഫ് ആളുകളൊന്നും ഇല്ല. മാക്സിമം ഇപ്പോൾ ഒരു ബിലോ 50 അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ബിലോ 50 ഉള്ളൂ. ഓക്കെ, ബിലോ 50 ഫൈൻ. പക്ഷെ ഞാൻ ചോദിച്ചത് ഒരു ഫൗണ്ടർ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയണേ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവുമല്ലോ സ്റ്റാഫുകളായിട്ട്. അപ്പം നമുക്ക് എല്ലാവരെയും ഒന്ന് അറിഞ്ഞ് എല്ലാവരുമായിട്ട് ഒന്ന് ഒരു ഫ്രണ്ട്ലി ആയി ലൈക്ക് അങ്ങനെയൊക്കെ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 150 to 200 ആളുകളായിട്ട് ഞാൻ കണക്ഷനുള്ള മീൻസ് നമ്മളെ എംപ്ലോയീസ് ആണ് പ്രീവിയസ് ആയിട്ടുള്ള കമ്പനീസിൽ. ആ ആളുകളെ ഞാൻ എപ്പോഴും കണക്ട് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ലൈക്ക് ഇവരെ ഓവർ റിലേഷനുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സർക്കിളുകൾ വളരെ ചെറുതായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാനും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിക്കാനും ഉള്ളൊരു റിലേഷൻ നമ്മൾ ബിൽഡ് ചെയ്യും. ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പബ്ലിക് ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ ഞാൻ പറയട്ടെ, ഞാനൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാനതങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം പറയാം. അതായത് എനിക്ക് ഈ ഒരു കമ്പനിയിൽ ജോലി തരണമെങ്കിൽ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പക്ഷേ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറിയിരിക്കണം. ഇതിന് ഒരു സൊല്യൂഷനായിട്ട് എന്താ ഉള്ളത്? അല്ല, ലൈക്ക് ഇവിടെ നമ്മളായിരിക്കും ഫ്രഷേഴ്സിനെ ഞാൻ കുറച്ച് മുന്നേ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രഷ്നെസ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നാണ്. ഞാൻ പറയുന്നത് പല കമ്പനീസിന് അവരെ ഞാൻ വിചാരിക്കണ അല്ല മീൻസ് ഞാൻ മനസ്സിലാക്കുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ ട്രെയിൻ ചെയ്ത് മോൾഡ് ചെയ്യാനുള്ള സമയമല്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഈ ഓണേഴ്സ് തന്നെ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വേണം എന്ന് പറയുന്നത്. ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇവരെ ട്രെയിൻ ചെയ്യാൻ നല്ല സുഖമായിരിക്കും, ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതിയാവും. പക്ഷേ ഇവർക്കൊരു സർക്കിൾ ഉണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള. ഇപ്പോൾ ഹാബിലിന് ഒരു 2 year എക്സ്പീരിയൻസ് ഉണ്ട് സെയിൽസിൽ. ഹാബിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാബിൽ പുതിയതായിട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹാബിലിനോട് പറയുകയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഹാബിലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇന്ന സാധനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഹാബിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹാബിലിൻ്റെ പഴയ ടൈപ്പ് ഓഫ് സെയിൽസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രഷേഴ്സിനെയാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഫ്രഷേഴ്സിനെ എടുക്കുക, അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളത്. ലൈക്ക് ഞാൻ ആ കാര്യത്തിൽ ഞാൻ കുറേ പ്രൗഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ കുറേ ഫ്രഷേഴ്സിനെ എടുത്തിട്ടുണ്ട്, അതുപോലെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇവരെ മോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ഇവർക്ക് പേഴ്സണൽ കണക്ഷൻ്റെ അപ്പുറത്തേക്ക് ഇവർ ലൈഫിൽ ഏത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഓർക്കും. കാരണം വെച്ചാൽ ഇവർ ഏറ്റവും ടോപ്പ് എൻഡിൽ എത്തിക്കഴിഞ്ഞാലും ഫസ്റ്റ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇവരായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം പറയും. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഇത് ഞാൻ ഒരാൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഒരാൾ പറഞ്ഞ മീൻസ് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഞാനൊരു നല്ല നിലയിലെത്തി, എനിക്കിപ്പോൾ നല്ല സാലറി ഉണ്ട്, ഞാൻ നല്ലൊരു പോസ്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എനിക്കിപ്പോൾ ഈ സാലറി തരുന്ന കമ്പനീനോടോ മാനേജ്മെൻറ്റിനോടോ ഒന്നുമല്ല. 0 എക്സ്പീരിയൻസിൽ എന്നെ ചൂസ് ചെയ്തൊരു മാനേജർ ഉണ്ടായിരുന്നു, ഒരു കമ്പനിയിലൊരു മാനേജർ. പുള്ളി അന്ന് ആ ഒരു ധൈര്യം കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ വരെ എത്താൻ പറ്റിയെന്ന്. അപ്പോൾ ഞാനത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പോലും ആലോചിക്കുന്നത്, ഞാനും ഒരു സമയത്ത് ഒരു ഫ്രഷറായിരുന്നു, എനിക്കും ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കമ്പനി ചാൻസ് തന്നതുകൊണ്ടാണ് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയതെന്നില്ല. സത്യം പറഞ്ഞാൽ അത് ഒരുപാട് പേർക്കൊരു ബ്ലെസ്സിങ് ആണ്. തീർച്ചയായിട്ടും. കാരണം പല ആളുകളും ആ സാധനം ഒന്നും ആലോചിക്കലൊന്നും മറക്കണമെന്നില്ല. ലൈക്ക് എനിക്ക് ഇപ്പോൾ 40,000 സാലറി ഉണ്ട്, 50,000 സാലറി ഉണ്ട്. 80,000 40,000 ഇടയിൽ ചിലപ്പം പൊട്ടിപ്പോയൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാനൊക്കെ എൻ്റെ കഴിവുകൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവാത്ത മനുഷ്യനായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത്. എന്നെ എടുത്ത് ഇതാണ് എൻ്റെ കഴിവെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു മെൻറ്റർ. ലൈക്ക് നമ്മുടെ ഫ്രണ്ട് ആവാം, മെൻറ്റർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ് അതാവാം. ലൈക്ക് അങ്ങനത്തെ ഒരാളുണ്ട് നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഈ ടേണിംഗ് പോയിന്റ് 10ലും +1ലും +2ലും അല്ല. ടേണിംഗ് പോയിന്റ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ എന്താണ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരാളുണ്ടാവും. അത് ടേണിംഗ് പോയിന്റാണ് നമ്മളൊക്കെ ലൈഫിൽ. പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളെ ലൈഫിൽ അത്തരം ആളുകൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും, എന്താടാ ഓക്കെ അല്ലേ എന്നുള്ള സാധനം ചോദിക്കുന്നത്. എൻ്റെ ലൈഫിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ഓക്കെ, എനിവേ താങ്ക്സ്.